Hi, you. Welcome to Daily News Analysis. Today is 22nd March 2025. Let's look the main headlines. India's marginalized parliament in budgetary affairs. GS2 topic. Heat plan. GS3 topic. Charting a route for IORA under India's chairship. GS2 topic. Then a model MCQ prelims question will be discussed. Let's move on. India's marginalized parliament in budgetary affairs. It's a GS2 topic. The article highlights the limited role of India's parliament in shaping union budget despite its critical function in democracy. അപ്പം ഇത് ഈ പറയുന്നത് എന്താ ഇന്ത്യയുടെ പാർലമെന്റ് ഒരു ഒരു യൂണിയൻ ബഡ്ജറ്റ് ഷേപ്പ് ചെയ്യുന്നതിൽ ഒരു ലിമിറ്റഡ് റോളാണ് വഹിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇത് പറയുന്നത്. അപ്പം അതിനൊരു ക്രിട്ടിക്കൽ ഫംഗ്ഷൻ ഉണ്ട് ഇന്ത്യയുടെ പാർലമെന്റ് ഡെമോക്രസിയിൽ. പക്ഷേ ഈ നമ്മുടെ ബഡ്ജറ്റിന്റെ കാര്യം വരുമ്പോൾ എന്താ അവിടെ ഒരു ലിമിറ്റഡ് റോള് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ ഈ ആർട്ടിക്കിൾ ആർഗ്യൂ ചെയ്യുന്നത്. ദ ബഡ്ജറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല, ജസ്റ്റ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ആർട്ടിക്കിൾ 112 പറയുന്നതെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ് എക്കോണമി പഠിക്കുമ്പോൾ. പക്ഷേ എന്താണ് ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ നേഷന്റെ എക്കണോമിക് വിഷനും അല്ലെങ്കിൽ ഒരു ഗവർണൻസ് പ്രയോറിറ്റിയിലൊക്കെ അതിന്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നതിന്റെ ഒരു റോള് വളരെയധികം സിഗ്നിഫിക്കന്റ് ആണ്. പക്ഷെ ഇന്ത്യയിൽ എന്താ ഈ പ്രോസസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എക്സിക്യൂട്ടീവ് ഡ്രിവൺ ആയിട്ടാണ് നടത്തുന്നത്. അവിടെ ഒരു മിനിമൽ ലെജിസ്ലേറ്റീവ് ഇൻഫ്ലുവൻസ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പൊ എന്താ അവിടെ പാർലമെന്റിന്റെ റോൾ എന്താ ജസ്റ്റ് ഒരു സെറിമോണിയൽ അപ്രൂവൽ കൊടുക്കുക, അതിന് ആ ഒരു ബഡ്ജറ്റ് ജസ്റ്റ് അപ്രൂവ് ചെയ്യുന്നതിൽ മാത്രമേ നമ്മുടെ പാർലമെന്ററി ആയിട്ടുള്ള ഒരു റോള് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇത് മെയിൻലി ഒരു എക്സിക്യൂട്ടീവ് ഡ്രിവൺ ആയിട്ടാണ് പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഒരു ബാക്ക്ഗ്രൗണ്ടും പിന്നെ അതുപോലെ ഇതിനകത്ത് കീ ഡീറ്റെയിൽസ് നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഗ്ലോബൽ പെർസ്പെക്റ്റീവ് ഓൺ ബഡ്ജറ്ററി പവേഴ്സ് അക്രോസ് ഡെമോക്രസീസ് പാർലമെന്റ്സ് പ്ലേ ക്രിട്ടിക്കൽ ഓർ ക്രൂഷ്യൽ റോൾ ഇൻ ബഡ്ജറ്റ് മേക്കിംഗ്. പല ഡെമോക്രസീസ് ചെക്ക് ചെയ്യുവാണെങ്കിലും എന്താ അവിടെ ഒരു ക്രൂഷ്യൽ റോൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തിലാ? ബഡ്ജറ്റ് മേക്കിങ്ങിലൊക്കെ. എന്തിനു വേണ്ടിയാ? ഒരു ഫിസിക്കൽ ഡിസിപ്ലിൻ കൊണ്ടുവരാനും പിന്നെ അതുപോലെ ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യാനും. പക്ഷേ ചില ലെജിസ്ലേച്ചേഴ്സിലൊക്കെ എന്താ അവർക്ക് ആക്റ്റീവ്ലി ബഡ്ജറ്റ് മോഡിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ചില കേസസിൽ ചില ലെജിസ്ലേച്ചേഴ്സിൽ എന്താ അവർ ജസ്റ്റ് ഒരു റബ്ബർ സ്റ്റാമ്പ് ആയിട്ട് മാത്രം ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായിട്ട് കൂടുതൽ പാർലമെന്ററി എൻഗേജ്മെന്റ് നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയാ? ഫോർ മോർ അല്ലെങ്കിൽ ഫോർ ബെറ്റർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഔട്ട്കംസ്. അതിനുവേണ്ടി നമ്മൾ എന്താ കുറച്ചുകൂടി ഒരു പാർലമെന്ററി എൻഗേജ്മെന്റ് ഒക്കെ കൊണ്ടുവരേണ്ട ആവശ്യകതയുണ്ട്. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡോമിനേറ്റഡ് ബഡ്ജറ്റ് പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഫിനാൻസ് മിനിസ്ട്രി യൂണിലാറ്ററലി അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്കാണ്, അവർ തന്നെയാണ് ബഡ്ജറ്റ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്, വിത്ത് ഈവൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ബീങ് അൺഅവെയർ അൺടിൽ പ്രസന്റേഷൻ. പ്രസന്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കറിയാം, ബഡ്ജറ്റ് കൊണ്ടുവന്ന് ടേബിൾ ചെയ്ത് പ്രസന്റ് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് കാണാൻ സാധിക്കുന്നത്, നമുക്ക് അവിടെ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ അതുവരെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന് പോലും അറിയില്ല. ഫിനാൻസ് മിനിസ്റ്ററി ഒറ്റയ്ക്കാണ്. അതൊരു എക്സിക്യൂട്ടീവ് ഡോമിനേറ്റഡ് ബഡ്ജറ്റ് പ്രോസസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അൺലൈക്ക് അതർ ലെജിസ്ലേറ്റീവ് ബിൽസ്, ദ ബഡ്ജറ്റ് ഡസ് നോട്ട് അണ്ടർഗോ ത്രൂ പ്രീ ഡിസ്കഷൻ ഇൻ പാർലമെന്റ്. നമ്മൾ പറഞ്ഞ പോലെ ആ സമയത്തെ എന്താണ് ബഡ്ജറ്റിൽ നിന്ന് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, നമ്മൾ ബഡ്ജറ്റ് ന്യൂസ് കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ആ സ്പോട്ടിലാണ് മനസ്സിലാക്കുന്നത്. അതിന് മുന്നേ ഒരു പ്രീ ഡിസ്കഷൻ ഫേസ് ഒന്നും നമുക്ക് പാർലമെന്റിൽ കാണാൻ സാധിക്കുകയില്ല, മറ്റ് ലെജിസ്ലേറ്റീവ് ബിൽസ് ഡിസ്കസ് ചെയ്യുന്ന പോലെ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തായിട്ട് രാജ്യസഭയ്ക്ക് ഒരു ബഡ്ജറ്റ് ഡിബേറ്റ്സിൽ ഒന്നും സിഗ്നിഫിക്കന്റ് റോൾ ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. കൂടാതെ പാർലമെന്റ് ലാക്സ് അമെന്റ്മെന്റ് പവേഴ്സ്. അവർക്ക് ഇതിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണം അല്ലെങ്കിൽ അവർക്കൊരു പാസീവ് അപ്രൂവലിന്റെ റോള് മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ അപ്രൂവൽ കൊടുക്കാനുള്ള ഒരു റോള് മാത്രമേ നമുക്ക് പാർലമെന്റിൽ കാണാൻ പറ്റുള്ളൂ, വിച്ച് വീക്കൻസ് അക്കൗണ്ടബിലിറ്റി അത് വീക്കൻ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നീഡ് ഫോർ റിഫോംസ് ആണ്. പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻസ് ഒക്കെ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ഇൻസ്റ്റിറ്റ്യൂഷണലൈസിംഗ് സ്ട്രക്ചർഡ് പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻസ് ഡ്യൂറിംഗ് ദ മൺസൂൺ സെഷൻ വുഡ് എനേബിൾ ഇൻഫോംഡ് ഇൻപുട്ട് ഫ്രം ലെജിസ്ലേറ്റേഴ്സ്. അപ്പൊ എന്താ, ലെജിസ്ലേറ്റേഴ്സിന്റെ ഒരു ഭാഗത്തുനിന്ന് ഒരു ഇൻഫോംഡ് ഇൻപുട്ട് ഇതിനകത്തേക്ക്, ഈ ബഡ്ജറ്റിനകത്തേക്ക് കൊടുക്കാൻ സാധിക്കും. ഇതുപോലെ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻസ് ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ, ബഡ്ജറ്റിന് മുന്നേ നമുക്ക് ഡിസ്കഷൻസ് നടത്തുകയാണെങ്കിൽ ഇങ്ങനത്തെ കുറെ ഇൻഫോംഡ് ആയിട്ടുള്ള ഇൻപുട്സ് ലെജിസ്ലേറ്റേഴ്സിനും കൊടുക്കാൻ സാധിക്കും. അടുത്തതായിട്ട് പാർലമെന്ററി ബഡ്ജറ്റ് ഓഫീസ് എന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. എസ്റ്റാബ്ലിഷിംഗ് എ നോൺ പാർട്ടിസൺ PBO അല്ലെങ്കിൽ പാർലമെന്ററി ബഡ്ജറ്റ് ഓഫീസ്, സിമിലർ ടു മോഡൽസ് ഇൻ ദ US, UK ആൻഡ് കാനഡ. യുഎസിലും യുകെയിലും കാനഡയിലൊക്കെ ഈ തരത്തിലുള്ള ഒരു PBO എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്, പാർലമെന്ററി ബഡ്ജറ്റ് ഓഫീസ് എന്ന് പറയുന്നത്, വിച്ച് വുഡ് പ്രൊവൈഡ്
ഇൻഡിപെൻഡന്റ് ബഡ്ജറ്റ് അനാലിസിസ്. അവർക്ക് എന്താ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നുകൊണ്ട് ഒരു ബഡ്ജറ്റ് അനാലിസിസ് നടത്തുന്ന ഒരു വിങ് ആണ്. പിന്നെ അതുപോലെ എൻഹാൻസ് പാർലമെന്ററി സ്ക്രൂട്ടണി ആൻഡ് ഇംപ്രൂവ് ഡിസിഷൻ മേക്കിംഗ്. ഇതിലൊക്കെ ഈ പാർലമെന്ററി ബഡ്ജറ്റ് ഓഫീസിന് ഒരു പങ്കുണ്ട്. ഇങ്ങനത്തെ റിഫോംസ് ഒക്കെ ഇന്ത്യ കൊണ്ടുവരികയാണെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ റീക്ലെയിമിംഗ് പാർലമെന്ററി അതോറിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഇതിൽ പറയുന്നുണ്ട്. സ്ട്രെങ്തനിങ് പാർലമെന്റ്സ് റോൾ ഇൻ ബഡ്ജറ്റിംഗ് ഈസ് എസെൻഷ്യൽ ഫോർ ഡെമോക്രാറ്റിക് അക്കൗണ്ടബിലിറ്റി. ഒരു ഡെമോക്രാറ്റിക് അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരാനും ഒക്കെ എന്താ ഈ പാർലമെന്റിന്റെ റോൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ബഡ്ജറ്റിംഗിൽ സഹായിക്കും. റിഫോംസ് വുഡ് എൻഷുർ കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്, ഗ്രേറ്റർ ട്രാൻസ്പെറൻസി ആൻഡ് ഇക്വിറ്റബിൾ എക്കണോമിക് പോളിസീസ്. അപ്പൊ എന്താ റിഫോംസ് കൊണ്ടുവരുന്നതിലൂടെ എന്താ സാധിക്കുന്നത്? ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്, പിന്നെ അതുപോലെ ഗ്രേറ്റർ ട്രാൻസ്പെറൻസിയും അതുപോലെ ഇക്വിറ്റബിൾ ആയിട്ടുള്ള എക്കണോമിക് പോളിസീസിലും ഒക്കെ ഇത് സാധിക്കും. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്താ? ബൈ ഇന്റഗ്രേറ്റിംഗ് ദീസ് റിഫോംസ്, ഈ റിഫോംസ് ഒക്കെ കൊണ്ടുവരുന്നതിലൂടെ India's parliament can shift from being a passive entity to an active budget influencing institution. അപ്പോൾ ഒരു പാസീവ് എൻറ്റിറ്റി ആയിട്ട് മാത്രം, അല്ലെങ്കിൽ പുറമേ നിന്നുകൊണ്ട് ഇത് കേൾക്കുന്ന ഒരു അല്ലെങ്കിൽ ഇതിന് ജസ്റ്റ് ഒരു മിയർ അപ്രൂവൽ കൊടുക്കുന്ന ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ അതോറിറ്റി ആയിട്ട് മാത്രം മാറാതെ ഒരു ആക്റ്റീവ് ബഡ്ജറ്റ് ഇൻഫ്ലുവൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് പാർലമെന്റിന് മാറാൻ സാധിക്കണം എന്ന രീതിക്കാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. അത് എന്തിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത്? എൻഷുറിംഗ് ഫിനാൻഷ്യൽ ഗവർണൻസ് സെർവ്സ് പബ്ലിക് ഇൻട്രസ്റ്റ് എഫക്റ്റീവ്ലി. അപ്പൊ എന്താ ആ ഒരു ഫിനാൻഷ്യൽ ഗവർണൻസ് എന്തിലേക്ക് നയിക്കും? ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൊക്കെ സഹായിക്കും. സോ ഇതാണ് ഈ ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തായിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ഹീറ്റ് പ്ലാൻ എന്ന് പറയും. ഹീറ്റ് പ്ലാൻ ഇത് എഡിറ്റോറിയൽ പേജിൽ ഉണ്ടായിരുന്ന ഒരു ആർട്ടിക്കിൾ ആയത് GS3 ടോപ്പിക്ക് ആയിട്ട് ബന്ധപ്പെട്ട. GS3യിൽ ഏത് ടോപ്പിക്കാന്നൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ഏതാണ്? എൻവയോൺമെന്റ് ആണ് അല്ലെ. നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞ ഏതാ? ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട പാർലമെന്റ് എന്ന ഭാഗത്തും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ GS3യില് എക്കോണമിപരമായിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം, പക്ഷെ മോർ ഓവർ എന്താണ് പാർലമെന്റിന്റെ റോളിനെ കുറിച്ചൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. സോ ഇതെന്താണ് GS2വിനകത്ത് പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെ ഒരു സ്ട്രിക്ട് ഡിവിഷൻ ഒന്നും ഇല്ല. എല്ലാ UPSCയിൽ അങ്ങനെയാണല്ലോ, എല്ലാ ഇതുമായിട്ടും ഓവർലാപ്പിംഗ് ആയിട്ടായിരിക്കും ടോപ്പിക്സ് വരുന്നത്. അപ്പൊ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് ഒരു അപ്രോച്ച് സ്വീകരിക്കുന്നതായിരിക്കും നല്ല. എല്ലാ ഡിസിപ്ലിൻസുമായിട്ട് ചേർത്ത് മനസ്സിലാക്കുകയാണെങ്കിൽ ആ ഒരു നമുക്ക് എന്താ ജസ്റ്റ് ഒരു നിയർ ആയിട്ട് ഇത് കേൾക്കുന്നതിനപ്പുറം നമുക്ക് എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കും. അടുത്തായിട്ട് ഹീറ്റ് പ്ലാൻ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ GS3 ഉണ്ടായിരുന്ന ഒരു ടോപ്പിക്കാണ്. GS3 എൻവയോൺമെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. COP കുറിച്ചൊക്കെ പറയുന്ന ആർട്ടിക്കിളാണ്. കോൺഫറൻസ് ഓഫ് പാർട്ടീസ്, UNFCCC, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അതിനെ കുറിച്ചൊക്കെ പറയുന്നതാണ്. ഫ്രെയിംവർക്ക് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, UNFCCയുടെ കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇതിനകത്ത് പറയുന്നത് എന്താ? ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ റൈസിംഗ് ടെമ്പറേച്ചേഴ്സ് ആൻഡ് ക്ലൈമറ്റ് ഇമ്പാക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. നല്ല മഴയുള്ള സമയമാണ്, നമുക്കറിയാം. ഇപ്പോൾ പുറത്തൊക്കെ ഭയങ്കര മഴയുള്ള സമയമാണ്. കാരണം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് പല ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇന്ത്യ ഇപ്പോഴത്തെ കാലത്ത് എന്താ ഒരു സമ്മർ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമൊക്കെ നമുക്കറിയാം. ഏർലി ഓൺസെറ്റ് ഓഫ് സമ്മർ ആയിരുന്നു. ഫെബ്രുവരിയിൽ അൺയൂഷ്വലി ഹൈ ടെമ്പറേച്ചേഴ്സ് ഒക്കെ നമ്മളെ ബാധിച്ചിരുന്നു. പല സ്റ്റേറ്റുകളുണ്ട്, മഹാരാഷ്ട്ര, ഒഡീഷ, തെലങ്കാന മുതലായ സംസ്ഥാനങ്ങളിലൊക്കെ എന്താ അവിടെ ഹൈ ടെമ്പറേച്ചേഴ്സ് വിച്ച് ഈസ് അബവ് 40°C ഒക്കെ അബവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിലും ഒഡീഷയിലും പിന്നെ അതുപോലെ തെലങ്കാനയിലൊക്കെ. സയന്റിസ്റ്റ് ഒക്കെ എന്നെ വാൺ ചെയ്ത് ഈ റൈസിംഗ് ഗ്ലോബൽ ടെമ്പറേച്ചർ മോർ ഫ്രീക്വന്റ് അല്ലെങ്കിൽ ഇന്റൻസ് ഹീറ്റ് വേവിലേക്കൊക്കെ നയിക്കുമെന്ന്. നമ്മൾ ഹീറ്റ് വേവ്സ് ഒക്കെ കണ്ടതാണ് മഹാരാഷ്ട്രയിലൊക്കെ. ഭയങ്കര അധികം എന്താ ഒരു ഇമ്പാക്ട് ഉള്ളതായിരുന്നു ആ ഹീറ്റ് വേവ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ലാക്ക് ഓഫ് ലോങ് ടേം ഹീറ്റ് പ്രിപ്പയർഡ്നെസ്, അതും ഈ ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തത്, അതായത് സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സ് കൊളാബറേറ്റീവ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ എന്താ അവരൊരു ആ ഒരു കൂട്ടം ആളുകൾ നടത്തിയ ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു. അതിൽ പറയുന്നത് എന്താ? ഇന്ത്യൻ സിറ്റീസ് ലാക്ക് ലോങ് ടേം ഹീറ്റ് വേവ് മിറ്റിഗേഷൻ പ്ലാൻസ്. അപ്പൊ ഇന്ത്യൻ സിറ്റീസിൽ എന്താ ലോങ് ടൈം ആയിട്ടുള്ള ഹീറ്റ് വേവ് മിറ്റിഗേഷൻ പ്ലാൻസ് ഇല്ല എന്ന രീതിക്കായിരുന്നു ആ സ്റ്റഡിയിൽ പറയുന്നത്. സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സ് കൊളാബറേറ്റീവ് ആണ് അത് നടത്തിയത്. ഇപ്പോഴത്തെ റെസ്പോൺസസ് ഒക്കെ നോക്കുവാണെങ്കിൽ എന്താ നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഷോർട്ട് ടൈം എമർജൻസി മെഷേഴ്സ് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലൈക്ക് പ്രൊവൈഡിങ് ഡ്രിങ്കിങ് വാട്ടർ, അഡ്ജസ്റ്റിംഗ് വർക്ക് അവേഴ്സ് ആൻഡ് ഇൻക്രീസിങ് ഹോസ്പിറ്റൽ കപ്പാസിറ്റി. അപ്പൊ ഇതൊക്കെയാണ്, അതായത് ഒരു എമർജൻസി വന്നു കഴിയുമ്പം എങ്ങനെ അതിനെ പ്രതിരോധിക്കാം, ആ കാര്യങ്ങൾ. അല്ലാതെ എമർജൻസി വരാതിരിക്കാനുള്ള കാര്യങ്ങളല്ല ശ്രമിക്കുന്നത്. അപ്പം ഹോസ്പിറ്റൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുക, വർക്ക് അവേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുക, ഇക്കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ റൂട്ട് കോസിലേക്ക് അത് പോകുന്നില്ല എന്ന രീതിക്കാണ് പറയുന്നത്. ഇപ്പോഴത്തെ റെസ്പോൺസ് ഒക്കെ എന്താ ഷോർട്ട് ടൈം എമർജൻസി മെഷേഴ്സിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ക്രൂഷ്യൽ ഇന്റർവെൻഷൻ സച്ച് ആസ് occupational cooling, insurance for workers,
ഫയർ മാനേജ്മെന്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ഗ്രിഡ് അപ്ഗ്രേഡ്സ് ആർ മിസ്സിംഗ്. ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ക്രൂഷ്യൽ ആയിട്ട് വേണ്ട ഇന്റർവെൻഷൻസ് ഒക്കെ മിസ്സിംഗ് ആണെന്നാണ് പറയുന്നത്. അതായത് എന്തൊക്കെയാണ്? ഒക്കുപേഷണൽ കൂളിംഗ്, സ്ഥലത്തൊക്കെ എന്താ കൂൾ ചെയ്യേണ്ട സിസ്റ്റംസും കാര്യങ്ങളും, പിന്നെ അതുപോലെ വർക്കേഴ്സിനുള്ള ഇൻഷുറൻസ്, പിന്നെ അതുപോലെ ഫയർ മാനേജ്മെന്റ്, ഈ കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ആണെന്നാണ് പറയുന്നത്. സിറ്റീസ് ഹാവ് നോട്ട് അഡക്വേറ്റ്ലി മാപ്ഡ് അർബൻ ഹീറ്റ് ഐലൻഡ്സ് ഓർ ട്രെയിൻഡ് പേഴ്സണൽ ഫോർ ഹീറ്റ് വേവ് റെസ്പോൺസ്. അപ്പം സിറ്റീസ് ഒന്നും എന്താന്നാ പറയുന്നത്, അഡക്വേറ്റ് ആയിട്ട് അർബൻ ഹീറ്റ് ഐലൻഡ്സ് ഒന്നും മാപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പിന്നെ അതുപോലെ അവരുടെ പേഴ്സണൽസിനെ ഒന്നും ട്രെയിൻ ചെയ്തിട്ടില്ല ഹീറ്റ് വേവിന് ഒരു റെസ്പോൺസ് കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടി. ആ കാര്യങ്ങളൊക്കെ സിറ്റീസിന്റെ ഒരു അല്ലെങ്കിൽ അർബൻ ഏരിയാസിന്റെ ഒരു പ്രശ്നമായിട്ട് പറയുന്നുണ്ട്. ഈ അർബൻ ഹീറ്റ് ഐലൻഡ്സ് ഒക്കെ ജോഗ്രഫിയിലൊക്കെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഗ്ലോബൽ ഷിഫ്റ്റ് ടുവേർഡ്സ് ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ. എല്ലാവരും ക്ലൈമറ്റിനോട് അല്ലെങ്കിൽ ആ ക്ലൈമറ്റ് ചേഞ്ചിനോട് അഡാപ്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ അതിന്റെ ഒരു പ്രിവെൻഷൻ കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യകതയുണ്ടെന്നാണ് ഈ ആർട്ടിക്കിളിൽ നമ്മളെ സൂചിപ്പിക്കുന്നത്. വിത്ത് സ്ലോ പ്രോഗ്രസ് ഓൺ റിഡ്യൂസിങ് ഗ്രീൻഹൗസ് ഗ്യാസസ് എമിഷൻസ്, ഫോക്കസ് ഈസ് ഷിഫ്റ്റിംഗ് ടുവേർഡ്സ് ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ സ്ട്രാറ്റജി. നമുക്കറിയാം കൂളിംഗ് സൊല്യൂഷൻസിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ കുറെ ആർട്ടിക്കിൾ നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തത്. അതിൽ കൂടുതൽ എന്തിലാ ഫോക്കസ് ചെയ്യേണ്ടത്, കൂടുതൽ പ്രോഗ്രസ് വരേണ്ടത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് റിഡ്യൂസ് ചെയ്യുന്നതിലാണ്, റാദർ ദാൻ ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യുന്നതിലും കൂടുതൽ ഇതിലേക്ക് വരണമെന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഒരു ഗ്ലോബലി ഇങ്ങനെ ഒരു ഷിഫ്റ്റ്, ക്ലൈമറ്റ് അഡാപ്റ്റേഷനിലേക്ക് ഒരു ഷിഫ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തായിട്ട് കൂളിംഗ് സൊല്യൂഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. എയർ കണ്ടീഷനിങ്, അതൊക്കെ ഓരോ കൺസേൺസ് റേസ് ചെയ്യുന്നുണ്ട് അബൌട്ട് എന്തിനു വേണ്ടിയാ, ഇൻക്രീസ്ഡ് യൂസ് ഓഫ് ഓസോൺ ഡിപ്ലീറ്റിംഗ് റെഫ്രിജറൻസ്, ഇതിൽ നിന്നൊക്കെ റിലീസ് ആവുന്ന എമിഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ എന്താ, അതൊക്കെ എൻവയോൺമെന്റിന് ഹാനികരം തന്നെ. ഓക്കെ, അടുത്തായിട്ടുള്ള ഫോക്കസ് ആണ് സസ്റ്റൈനബിൾ ബിൽഡിംഗ്സ്, പിന്നെ അതുപോലെ ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ, പാസീവ് കൂളിംഗ് സൊല്യൂഷൻസ്, ഇതൊക്കെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ബട്ട് മേ ഇമ്പാക്ട് ലാൻഡ് യൂസ് ആൻഡ് അർബൻ പ്ലാനിങ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, പാസീവ് കൂളിംഗ് സൊല്യൂഷൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ ലാൻഡ് യൂസ് പാറ്റേൺസിനെയും അർബൻ പ്ലാനിങ്ങിനെയും ഒക്കെ ഇമ്പാക്ട് ചെയ്യും. അടുത്തായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നീഡ് ഫോർ എ കോംപ്രിഹെൻസീവ് ഹീറ്റ് സ്ട്രാറ്റജി, ഒരു ഇന്ത്യ ഒരു നാഷണൽ ഹീറ്റ് സ്ട്രാറ്റജി പോലുള്ള ഒരു മോഡല് കൊണ്ടുവരേണ്ട ആവശ്യകതയെ പറ്റി പറയുന്നുണ്ട്, അത് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യകതയെ പറ്റി പറയുന്നുണ്ട്. ആൻഡ് ഇന്റഗ്രേറ്റ് ഇറ്റ് വിത്തിൻ ഇറ്റ്സ് നാഷണൽ അഡാപ്റ്റേഷൻ പ്ലാൻ, അത് നാഷണൽ അഡാപ്റ്റേഷൻ പ്ലാനിൽ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇന്ത്യയുടെ. പിന്നെ അതുപോലെ ഹെഡ് ഓഫ് COP30, ഇനിയിപ്പം കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 30 ആണ് വരാൻ പോകുന്നത്. UN ക്ലൈമറ്റ് കോൺഫറൻസ് ആണ്. അത് നടക്കുന്നത് എവിടെയാണ്? ബ്രസീലിലാണ് ഈ COP30 നടക്കാൻ പോകുന്നത്. ലാസ്റ്റ് നമുക്കറിയാം ബാക്കു അസർബൈജാനിൽ നടന്നത്. ഓക്കെ, ഈ വരാൻ പോകുന്ന COP30 നടക്കാൻ പോകുന്നത് നവംബർ 25 ബ്രസീലിൽ വെച്ചിട്ടാണ്. അപ്പം ദ സ്ട്രാറ്റജി ഷുഡ് ഫോക്കസ് ഓൺ ലോങ് ടേം റെസിലിയൻസ്, ഒരു ലോങ് ടേം ആയിട്ടുള്ള റെസിലിയൻസിലായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. സസ്റ്റൈനബിൾ കൂളിംഗ് മെത്തേഡ്സ് ആൻഡ് ടാർഗറ്റഡ് ഇന്റർവെൻഷൻസ് ഫോർ വൾണറബിൾ പോപ്പുലേഷൻ. അപ്പം സസ്റ്റൈനബിൾ ആയിട്ടുള്ള കൂളിംഗ് മെത്തേഡ്സിലും പിന്നെ അതുപോലെ ടാർഗറ്റഡ് ഇന്റർവെൻഷൻസ് ഫോർ വൾണറബിൾ പോപ്പുലേഷൻസ്, വൾണറബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻസിനെയൊക്കെ നമ്മൾ ഇതിൽ കവർ ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം ആരൊക്കെയാണ് ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ വൾണറബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻസ്. അതെ, ഐലൻഡ് കൺട്രീസ് മുതലായ രാജ്യങ്ങൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്യണം. നമ്മൾ പല ഐറിസ് ഇനിഷ്യേറ്റീവിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഐലൻഡ് നേഷൻസിന് വേണ്ടിയുള്ള സ്മോൾ ആൻഡ് ഐലൻഡ് ഡെവലപ്പിംഗ് സ്റ്റേറ്റ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ സിക്സ് എന്നൊക്കെ പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ട്. അതൊക്കെ ഈ ടൈപ്പ് ഓഫ് ഈ വൾണറബിൾ പോപ്പുലേഷൻസിന് വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ്സ്, IRIS, അതിന്റെ ഒരു ഫുൾ ഫോം ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഐറിസ് എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് ആയിക്കോട്ടെ, സിക്സ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്തിനു വേണ്ടിയാ? ഈ ഒരു ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് റെസിലിയൻസിന് വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ്സ് ആയിരുന്നു. ഇനി അടുത്തൊരു കൺക്ലൂഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ, ഒരു പ്രൊആക്റ്റീവ് അപ്രോച്ച് ആണ് കൊണ്ടുവരുന്നത് ഹീറ്റ് മാനേജ്മെന്റിൽ. അത് ക്രൂഷ്യലാണ് ഇന്ത്യയുടെ ക്ലൈമറ്റ് റെസിലിയൻസിന്. പിന്നെ അതുപോലെ തന്നെ സ്ട്രെങ്തനിങ് പോളിസീസ് ഓൺ അർബൻ പ്ലാനിങ്, ഇൻഫ്രാസ്ട്രക്ചർ, കൂളിംഗ് സൊല്യൂഷൻസ്, ഇതിലൊക്കെ ഉള്ള പോളിസീസ് സ്ട്രെങ്തൻ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. വിച്ച് വിൽ എൻഷുവർ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി. ഇതൊക്കെ എന്തിലേക്ക് നയിക്കും? ലോങ് ടേം ആയിട്ടുള്ള സസ്റ്റൈനബിലിറ്റിയിലേക്ക് നയിക്കും. ആൻഡ് ബെറ്റർ പ്രിപ്പയർഡ്നെസ് അഗെയിൻസ്റ്റ് എക്സ്ട്രീം ഹീറ്റ് ഇവന്റ്സ് എന്നുള്ള പ്രിപ്പയർഡ്നെസ്സിലേക്കൊക്കെ നയിക്കും. ഓക്കെ, അടുത്തായിട്ട് വേറൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ചാർട്ടിങ് എ റൂട്ട് ഫോർ IORA അണ്ടർ ഇന്ത്യസ് ചെയർഷിപ്പ് എന്ന് പറയും. GS2-നകത്ത് ഇന്റർനാഷണൽ എഗ്രിമെന്റ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. IORA എന്ന് പറഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല, ഇന്ത്യൻ ഓഷൻ
റിം അസോസിയേഷൻ നമ്മൾ പല ടൈപ്പിൽ പഠിച്ചിട്ടുള്ള കാര്യം. ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ എന്ന് പറയുന്നത് ഇതൊരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്ന വർഷം ഓർത്തിരിക്കണം, മാർച്ച് 7 1997 ആണ് ഇയർ. ആ ഇയർ 1997 ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ആണെന്ന് ഓർത്തിരിക്കുക. ഇത് എന്തിനാ ഇത് തുടങ്ങിയേക്കുന്നത്, ഇതിന്റെ എയിം എന്താണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. ഇറ്റ് പ്രമോട്ട് റീജിയണൽ കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എമംഗ് കൺട്രീസ് ബോർഡറിംഗ് ദ ഇന്ത്യൻ ഓഷ്യൻ. അപ്പൊ ഇന്ത്യൻ ഓഷ്യന്റെ ചുറ്റുപാടുള്ള അല്ലെങ്കിൽ അതിനെ ബോർഡർ ചെയ്യുന്ന കൺട്രീസിൽ എല്ലാം എന്താ ഒരു റീജിയണൽ കോപ്പറേഷൻ പ്രൊമോട്ട് ചെയ്യുക, ഒരു ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക. ആൻഡ് ദോസ് വിത്ത് എ സിഗ്നിഫിക്കന്റ് ഇൻട്രസ്റ്റ് ഇൻ ദ റീജിയൻ. പിന്നെ അവർ മാത്രമല്ല, ഇന്ത്യൻ ഓഷ്യൻ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ കൂടാതെ തന്നെ ആൻഡ് ദോസ് വിത്ത് എ സിഗ്നിഫിക്കന്റ് ഇൻട്രസ്റ്റ് ഇൻ ദ റീജിയൻ, ഈ റീജിയനിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള റീജിയനിലെ ആളുകളെയും അല്ലെങ്കിൽ ആ റീജിയൻസിനെ നമ്മുടെ ഈ IORA കവർ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു റീജിയണൽ കോപ്പറേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഈ റീജിയനിൽ ഇന്ത്യൻ ഓഷ്യൻ റീജിയനുമായിട്ട് ബോർഡർ ചെയ്യുന്ന കൺട്രീസും പിന്നെ അതുപോലെ ആ റീജിയനിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള രാജ്യങ്ങൾ, ഓക്കെ, അവർക്കൊക്കെ ഇടയിൽ എന്താ ഒരു റീജിയണൽ കോപ്പറേഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ എന്ന് പറയുന്നത്. It fosters collaboration in various areas including economic and trade cooperation, maritime safety, cultural exchange and disaster risk management. ഈ മേഖലയിലൊക്കെ ഇവർക്ക് ഒരു പ്രത്യേക റോൾ ഉണ്ട്. To enhance the well-being and prosperity of member states in the Indian Ocean region. അപ്പൊ ഇവിടുത്തെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലെ മെമ്പർ സ്റ്റേറ്റ്സിലൊക്കെ എന്താ ഒരു വെൽബീങ് കൊണ്ടുവരിക, അവരുടെ പ്രോസ്പെരിറ്റി എൻഷുർ ചെയ്യുക, ഇതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് ഇന്ത്യൻ ഓഷ്യൻ അല്ലെങ്കിൽ ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യ കറന്റ്ലി അതിന്റെ വൈസ് ചെയർ ആണ് ആൻഡ് വിൽ അസ്യൂം ചെയർമാൻഷിപ്പ് അല്ലെങ്കിൽ ചെയർഷിപ്പ് ഫ്രം November 2025 for 2 years, 2 വർഷത്തേന് ഇന്ത്യ November 2025 ചെയർമാൻഷിപ്പ് അസ്യൂം ചെയ്യാൻ പോവുകയാണ്. വിത്ത് പ്രയോറിറ്റീസ് കറന്റ്ലി ഇപ്പൊ ആരാ വൈസ് ചെയർ ആണ്. ഓക്കെ, നവംബർ 2025 ആകുമ്പോഴത്തേനും അതിന്റെ ചെയർഷിപ്പിലേക്ക് വരും ഇന്ത്യ. അപ്പൊ പ്രയോറിറ്റീസ് എന്തൊക്കെയായിരിക്കും? ഫണ്ടിങ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്, ടെക്നോളജി ഇന്റഗ്രേഷൻ ഉണ്ട്, അക്കാഡമിക് കൊളാബറേഷൻസ് ഉണ്ട്. അതൊക്കെയാണ് പ്രയോറിറ്റീസ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത കീ ഇഷ്യൂസ് നമുക്ക് നോക്കാം. IORA ആയിട്ട് ബന്ധപ്പെട്ട് ലിമിറ്റഡ് ഫണ്ടിങ് ആണ് ഒരു പ്രൈമറി കീ ഇഷ്യൂ ആയിട്ട് പറയാൻ സാധിക്കുന്നത്. ബഡ്ജറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തുമായിട്ട് ബന്ധപ്പെട്ട മെമ്പർ കോൺട്രിബ്യൂഷൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ബഡ്ജറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, വിച്ച് ആർ ഇൻസഫിഷ്യന്റ്. അത് ഇൻസഫിഷ്യന്റ് ആണ്. ഇൻ കോൺട്രാസ്റ്റ്, ദ ഇന്ത്യൻ ഓഷ്യൻ കമ്മീഷൻ has a $1.3 billion budget for 2020-25 despite having only 5 members. ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ഇന്ത്യൻ ഓഷ്യൻ കമ്മീഷൻ എന്ന് പറഞ്ഞു. പക്ഷെ അവരിൽ 5 മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ഇതിൽ പക്ഷെ നല്ലധികം അംഗസംഖ്യ ഉള്ള ഏകദേശം 22-23 രാജ്യങ്ങൾ അടുത്തുണ്ട് ഇതിനകത്ത് മെമ്പേഴ്സ് ആയിട്ട്. അപ്പം ആ ഒരു ഇത്രയും അംഗസംഖ്യയുള്ള ഈ ഒരു ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷനിൽ എന്താണ് അതിന്റെ മെമ്പർ കോൺട്രിബ്യൂഷൻസ് അനുസരിച്ചാണ് ഈ ബഡ്ജറ്റ് പോകുന്നത്. പക്ഷെ അത് ഇൻസഫിഷ്യന്റ് ആണ് എന്നാണ് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷനെ കുറിച്ചാണ്. ഷിപ്പിംഗും പിന്നെ അതുപോലെ ഓയിൽ ആൻഡ് ഗ്യാസ്, ടൂറിസം ഇൻഡസ്ട്രീസ് ക്യാൻ ഹെൽപ്പ് ജനറേറ്റ് ഫണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് മാരിടൈം പോളിസി മേക്കിംഗ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ ഒക്കെ കൊണ്ടുവരുവാണെങ്കിൽ എന്താ കൂടുതൽ ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നതിലും പിന്നെ അതുപോലെ മാരിടൈം പോളിസി മേക്കിങ്ങിലൊക്കെ എന്താണ് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അടുത്തായിട്ട് ഗവർണൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ആണ്. IORAയുടെ സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്ന മൗറീഷ്യസിലാണ്. അവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫും റിസോഴ്സസും ഒക്കെ ഉള്ളൂ. ഡിജിറ്റൽ റെക്കോർഡ് കീപ്പിംഗും ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള ഗവർണൻസ് ഒക്കെ ആവശ്യം ആണ് എഫിഷ്യന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി. IORAയിൽ ഏകദേശം 23 മെമ്പർ സ്റ്റേറ്റ്സും പിന്നെ അതുപോലെ 12 ഡയലോഗ് പാർട്ട്നേഴ്സും ആണ് ഉള്ളത്. സൗത്ത് ആഫ്രിക്ക തുടങ്ങി ഓസ്ട്രേലിയ വരെ നീളുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. ഓസ്ട്രേലിയ, ബംഗ്ലാദേശ്, കൊമോറോസ് ഇവരൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഈ കുറെ രാജ്യങ്ങളുണ്ട്, ഇന്ത്യ, ഇറാൻ, കെന്യ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇന്ത്യയൊക്കെ ഇതിന്റെ ഫൗണ്ടിങ് മെമ്പേഴ്സിലും ഭാഗമാണ്. മൊത്തം ഇപ്പൊ 23 രാജ്യങ്ങളുണ്ട് ഇപ്പം IORAയിൽ. 12 ഡയലോഗ് പാർട്ട്നേഴ്സും ഉണ്ട്.
അടുത്തതായിട്ട് മാരിടൈം ആൻഡ് ബ്ലൂ എക്കോണമി ചലഞ്ചസിനെ കുറിച്ച് ഇത് പറയുന്നുണ്ട് ആർട്ടിക്കിളിൽ. ഇഷ്യൂസ് ഇൻക്ലൂഡ് മാരിടൈം സേഫ്റ്റി, ഫിഷറീസ് മാനേജ്മെന്റ്, ഡിസാസ്റ്റർ റിസ്ക് മിറ്റിഗേഷൻ ആൻഡ് ഇന്നോവേഷൻ. ഇതൊക്കെ ഓരോ ഇഷ്യൂസ് ആണ് ഈ മേഖലയിലെ ബ്ലൂ എക്കോണമി അല്ലെങ്കിൽ കടലുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു മേഖലയിലെ ഒരു ഇഷ്യൂസ് ആണ്. അപ്പൊ എന്ത് വേണം? ഇന്റർനാഷണൽ കൊളാബറേഷൻസ് ഒക്കെ ആവശ്യമാണ്. കൊളാബറേഷൻസ് വിത്ത് മെമ്പർ സ്റ്റേറ്റ്സ് ലൈക്ക് ഓസ്ട്രേലിയ മാരിടൈം റിസർച്ചിലൊക്കെ മുന്നിലാണ്. അപ്പൊ അവരുമായിട്ട് അതിൽ കൊളാബറേറ്റ് ചെയ്യാം. ഫ്രാൻസ്, സിംഗപ്പൂർ ടെക്നോളജി ആയിട്ട് നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ UAE, ഒമാൻ, ഇവിടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ്സ് അവർക്ക് ക്രൂഷ്യൽ റോൾ അവർ പ്ലേ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ റോള് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സജസ്റ്റഡ് റിഫോംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സാഗർ എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് നമുക്കറിയാം. സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ എന്ന് പറയുന്ന ആ ഒരു വിഷൻ IORയുടെ ഒബ്ജക്റ്റീവായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്നതാണ്. പിന്നെ ലെവറേജിങ് കോസ്റ്റൽ ആൻഡ് ഐലൻഡ് നേഷൻസ് ട്രഡീഷണൽ നോളജ്, ഇപ്പം ശ്രീലങ്ക ആയിക്കോട്ടെ, സെയ്ഷൽസ് ആയിക്കോട്ടെ, ഇതൊക്കെ ഇവിടുന്നൊക്കെ ഉള്ള ട്രഡീഷണൽ നോളജ് ഒക്കെ നമുക്ക് ലിവറേജ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ ഇതൊക്കെ എന്താ ഒരു സസ്റ്റൈനബിൾ മറൈൻ ഗവർണൻസ് പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. പിന്നെ അതുപോലെ അക്കാഡമിക് ആൻഡ് ഇൻഡസ്ട്രി കൊളാബറേഷൻസ് ആണ് അടുത്തത്. അതും ഇമ്പോർട്ടന്റ് ആണ്. ന്യൂ മറൈൻ റിലേറ്റഡ് കോഴ്സസ് കൊണ്ടുവരാം. പിന്നെ റിസർച്ച്, പ്രോബ്ലം സോൾവിംഗ് പാർട്ട്ണർഷിപ്സ്, ഇതൊക്കെ ബ്ലൂ എക്കോണമി ഇനിഷ്യേറ്റീവ്സ് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. അടുത്തതായിട്ട് ഇന്ത്യയുടെ IORയുടെ ചെയർഷിപ്പ് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് ഈ റീജിയണൽ കോപ്പറേഷൻ ഒക്കെ കൊണ്ടുവരാനും ഈ ഫണ്ടിങ് ഗ്യാപ്സ് അഡ്രസ് ചെയ്യാനും പിന്നെ അതുപോലെ ഗവർണൻസ് ഇംപ്രൂവ് ചെയ്യാനും പിന്നെ എക്കണോമിക് ആൻഡ് സെക്യൂരിറ്റി കൊളാബറേഷൻ ഒക്കെ ഫോസ്റ്റർ ചെയ്യാനൊക്കെ സഹായിക്കും ഇന്ത്യയുടെ IORയുടെ ചെയർഷിപ്പ് വരുന്ന സമയത്ത്. പിന്നെ അതുപോലെ strengthening institutional frameworks and leveraging partnerships will be crucial. നമ്മൾ പറഞ്ഞ എന്താ ആവശ്യകത? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്സ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യുക, പിന്നെ അതുപോലെ പാർട്ട്ണർഷിപ്സ് ഒക്കെ കൂടുതൽ കൊണ്ടുവരിക. ഇതൊക്കെ IORയുടെ ലോങ് ടേം റെലവൻസിലും സക്സസിനും ഒക്കെ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഒരു പ്രിലിംസ് ക്വസ്റ്റ്യനും കൂടെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട IORA ഈസ് ആൻ ഇന്റർ ഗവൺമെന്റൽ റീജിയണൽ ഓർഗനൈസേഷൻ that promotes economic cooperation among countries bordering the Indian Ocean. Second statement, India is the current chair of IORA. Statement third, the IORA secretariat is headquartered in Seychelles. Statement four, maritime safety and security, blue economy and disaster risk management are some of its key focus areas. Which of the statements given are correct? Above are correct. Option A 1 and 4 only, option B 2 and 3 only, option C 1, 2 and 4 only, option D 1, 3 and 4 only. അപ്പൊ ഇതിന്റെ ആൻസർ എല്ലാവർക്കും ഇപ്പൊ തന്നെ കിട്ടി കാണും. കാരണം നമ്മളിപ്പോ അത് ഡിസ്കസ് ചെയ്തതാണ് ഡീറ്റെയിൽ ആയിട്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ആൻസർ ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക കമന്റ് ബോക്സിൽ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കാര്യങ്ങളൊക്കെ. നല്ല മഴയുള്ള സമയമാണ്. ക്ലൈമറ്റ് ചേഞ്ചിലൊക്കെ വളരെയധികം എന്താ പ്രാധാന്യം അർഹിക്കുന്ന സമയം കൂടെയാണ് ഇത്. പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് മഴ കാര്യങ്ങളൊക്കെ വരുന്നത്. സോ എന്താണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നല്ല ഒരു ഇമ്പാക്ട് രാജ്യത്ത് ഉണ്ടാക്കാൻ സാധിക്കും, ഗ്ലോബലി ഉണ്ടാക്കാൻ സാധിക്കും. സോ ആ ഒരു ഇമ്പാക്ടിന് വേണ്ടി എല്ലാവരും നന്നായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക. എല്ലാവരും ഇതിനകത്ത് ലേണിംഗ് പ്രോസസ്സിൽ എന്താണ് എല്ലാവർക്കും സക്സസ് ആണ് വരുന്നത്. ആരും ഒരു ഫെയിലിയർ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഇതിൽ ഇല്ല. സോ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക. All the best for all. Thank you.